ഹായ് ഓൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഒരു നൈറ്റ് റൊട്ടീനാണ്. ഇപ്പോൾ രാവിലെ കോളേജ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ചില സമയത്ത് നമുക്ക് എല്ലാം രാവിലെ തന്നെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചിലപ്പോൾ എനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ രാത്രി ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് കാണിക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ ചത്ത് പണിയെടുത്തിട്ട് കാര്യമൊന്നുമില്ല. അവസാനം നമുക്ക് ബാക്കിയാവുന്നത് ഇതുപോലെ കാലിൽ കെട്ടും കഴുത്തിൽ കെട്ടും അല്ലെങ്കിൽ ഇതുപോലെയുള്ള കുറേ അസുഖങ്ങളും വിഷമങ്ങളും മാത്രമായിരിക്കും. കുറേ കാലം കഴിയുമ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കുടുംബത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ആരും അവാർഡ് കൊണ്ടുവന്ന് തരൂല. പ്രത്യേകിച്ച് പെണ്ണുങ്ങളുടെ അധ്വാനത്തിന് ഈ സമൂഹത്തിൽ ഒരു വിലയും കൽപ്പിക്കാത്ത കുറേ ഊച്ചാളികളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനെന്താ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞതെന്ന് ചിലരെങ്കിലും ചിന്തിക്കാം. ഇപ്പം നമ്മളെന്തെങ്കിലും ചെയ്തു, നമ്മളെന്തെങ്കിലും വാങ്ങിയെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു വീഡിയോ കാര്യങ്ങൾ ഇട്ട് കഴിഞ്ഞാണ്ടല്ലോ, ചില ആൾക്കാർക്ക് കമൻറ്റിലൂടെ അതെങ്ങനെയെങ്കിലും ഒന്ന് പ്രകടിപ്പിക്കാൻ തോന്നും. അതായത് നീ ചെയ്തതല്ല എന്ന് പറയണം എന്നുള്ള പോലെ. എന്തേ പെണ്ണുങ്ങളുടെ അധ്വാനത്തിന് എന്തേ വില നിങ്ങൾ കൽപ്പിക്കാത്തത്? നമ്മൾ ആരെ പറ്റി ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല, എന്നാലും അവർക്ക് സഹിക്കില്ല. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അതായത് ആണായാലും പെണ്ണായാലും നല്ലോണം ബുദ്ധിമുട്ടിയിട്ടായിരിക്കും അവരുടെ അധ്വാനത്തിൽ നിന്നും എന്തെങ്കിലും നേടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ അധ്വാനത്തിന് നമ്മൾ വില കൽപ്പിച്ചില്ലെങ്കിൽ പിന്നെ ആരാ വില കൽപ്പിക്കുക അല്ലേ? അപ്പോൾ അതൊക്കെ പോട്ടെ. അപ്പോൾ ഇന്നത്തെ ദിവസം വന്നിട്ട് പുതിയ പാത്രങ്ങളൊക്കെ വാങ്ങിയിട്ട് അതിൽ കുക്ക് ചെയ്യുന്ന സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് റോസ്മേരി ആണ്. കുട്ടികളുടെ മുടി ഭയങ്കര തിന്നാണ് ഇച്ചു ബേബിക്ക്. അപ്പോൾ അത് മുടി വളരാനും പിന്നെ അങ്ങനെയുള്ള കുറച്ച് സംഭവത്തിന് വേണ്ടിയിട്ട് ഒരു റോസ്മേരി വാട്ടർ ഉണ്ടാക്കുന്നുണ്ട്, അത് കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. അങ്ങനെ കുറച്ച് മെയിൻ്റനൻസ് പണികളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ കാലിന് സുഖമില്ലാത്തത് കൊണ്ട് അധികം കിച്ചണിലേക്ക് കയറുന്നില്ല. ഒന്നാമത്തത് മനസ്സിനും തീരെ സുഖമില്ലാതിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് തളർന്നു കഴിഞ്ഞാൽ നമ്മുടെ കൈയും കാലും ഒന്നും ഓടില്ല, ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ തോന്നില്ല. അങ്ങനെ കുറേ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അമ്മാൻ്റെ വീട്ടിൽ വരുന്ന താത്ത അന്ന് അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നില്ല, ലീവാണെന്ന് പറഞ്ഞപ്പോൾ ഇതൊരു ഞായറാഴ്ച ദിവസമാണ് കേട്ടോ. നമ്മുടെ ഇവിടേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ കുറച്ച് ലേറ്റ് ആയാലും വന്നു. അപ്പോൾ അവർ ഇന്ന് ഹെൽപ്പ് ചെയ്യാനും വേണ്ടിയിട്ടുണ്ട്. പുതിയ പാത്രങ്ങൾ അൺബോക്സ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇൻഡസ് വാലി ഇതിൽ നിന്നും കുറച്ച് പാത്രങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് വന്നിട്ട് ഒരു കോംബോ പാക്കാണ്. അതായത് ടർബോ കുക്ക് ട്രിപ്ലൈയുടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ കുക്കേഴ്സാണ് കേട്ടോ. അതിൽ 3 സെറ്റാണ് വരുന്നത്. അതിലൊന്നാണ് ഈ ഒരു ടീ മിൽക്ക് പാന്. അതിനുശേഷം ഒരു കടായി വരുന്നുണ്ട്. 2.2 ലിറ്ററിൻ്റെ കടായാണ്. നല്ല അടിപൊളി സംഭവമാണ്. നമുക്ക് ട്രിപ്ലൈ ആയതുകൊണ്ട് തന്നെ അടിപ്പിടിക്കൂല, സ്മൂത്തായിട്ട് കുക്ക് ചെയ്യാൻ പറ്റും. ടോക്സിൻ ഫ്രീ ആണ് 100%. അതുപോലെ നോൺ സ്റ്റിക്കാണ്. ഇൻഡക്ഷനും നമുക്ക് ഗ്യാസിലും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതൊരു ഫ്രൈ പാനാണ് 1.4 ലിറ്ററിൻ്റെ. എനിക്ക് ഇൻഡസ് വാലിയുടെ എല്ലാ പാത്രങ്ങളും ഭയങ്കര ഇഷ്ടമാണ്. ഇവരുടെ കുക്കർ, പിന്നെ അതുപോലെ കുട്ടികൾക്ക് ഇതിലൊക്കെ ഈ ഒരു മിൽക്ക് പാനിൽ 1.2 ലിറ്ററാണ്. നമുക്ക് ചായ ഉണ്ടാക്കൽ മാത്രമല്ല, ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുറുക്കൊക്കെ ഉണ്ടാക്കാൻ അടിപൊളിയാണ്, അടിപിടിക്കൂല കേട്ടോ. ഇത് 3 സംഭവം അടിപൊളിയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ വേണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു കൂപ്പൺ കോഡ് തരാം. അത് ഇട്ടിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 12% ഡിസ്കൗണ്ട് കിട്ടും. കൂപ്പൺ കോഡ് വന്നിട്ട് SALHA12 എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ പ്രൊഡക്ട്സ് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ കയറി ചെക്ക് ചെയ്ത് നോക്കുക. എന്തായാലും നന്നായിട്ട് ഇഷ്ടമാവും. കോംബോ പാക്കാണ്, 3 കൂടെ കിട്ടും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്തായാലും ഇവരെ പാത്രങ്ങളൊക്കെ. ഇനിയിപ്പോൾ ഞാനതെല്ലാം ഒന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റ് നമ്മുടെ റോസ്മേരി വാട്ടറില്ലേ അത് ഉണ്ടാക്കി വെക്കാം. ഉണ്ടാക്കിയിട്ട് നമുക്ക് ഒരാഴ്ചയൊക്കെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. പെൺകുട്ടികളൊക്കെ ഉള്ളതല്ല. എനിക്ക് ഭയങ്കര സ്ട്രെസ്സ് കാര്യങ്ങളായിട്ട് കുറേ ആയിട്ട് നല്ലോണം ഹെയർ ഫോളാണ്. ഞാൻ നിൽക്കുന്നിടത്തൊക്കെ മുടി ഇങ്ങനെ വീണിട്ട് നമുക്ക് ഭയങ്കര സങ്കടം ഉണ്ടാവും. ഒരു 5-6 കൊല്ലമൊക്കെ മുടി മര്യാദയ്ക്ക് കുളിച്ചിട്ട് ചീകൂല ഞാൻ. അങ്ങനെ കെട്ടി വെക്കുമായിരുന്നു. കാരണം അതിനുള്ള സമയം ഉണ്ടാവില്ല. രാവിലെ തുടങ്ങിയ പണികൾ നമുക്ക് എഡിറ്റിംഗ് എല്ലാം കഴിയുമ്പോഴേക്കും 3 മണിയാവും. പിന്നെ കിടക്കുന്നത് ഒരു 2 മണിക്കൂറാവും. പിന്നെ രാവിലെ എണിച്ചിട്ട് വീണ്ടും ഈ പണികൾ സ്റ്റാർട്ട് ചെയ്യുക, വീഡിയോ എടുക്കുക, അത് എഡിറ്റ് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ തുടർന്ന് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് സ്ട്രെസ്സ് കൂടുമ്പോൾ ഹോർമോണൽ ഇൻബാലൻസ് ഇതുപോലെയുള്ള കാര്യങ്ങൾ വരും. പിന്നെ മൊബൈൽ ഇങ്ങനെ തുടരെ ഇങ്ങനെ നോക്കിയിട്ടേ ഇരിക്കുന്നതുകൊണ്ട് കഴുത്തിട്ട് എല്ല് വളഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് നോർമലായിട്ട് എല്ലാവരും തിരിഞ്ഞ് നോക്കുന്ന പോലെ തിരിയാൻ പറ്റില്ല. ഇങ്ങനെ കുറേ പ്രോബ്ലംസ് അല്ലേ. ഇതെല്ലാം തന്നെ നമ്മുടെ മാനസിക നില തെറ്റിക്കഴിഞ്ഞാലും ഈ സ്ട്രെസ്സൊക്കെ ഉണ്ടെങ്കിലും മുടി കൊഴിയും.
ആദ്യം അത് മാറ്റണം, അതൊരു കാര്യം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ എക്സ്റ്റേണലായിട്ട് എന്തെങ്കിലും ഒരു കെയർ കൊടുക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു റോസ്മേരി വാട്ടർ ഉണ്ടാക്കുകയാണ്. ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് പുതിനയിലയും പിന്നെ ഒരു 2-3 ടീസ്പൂണോളം റോസ്മേരി ലീവ്സില്ലേ, കുറച്ച് ഡ്രൈ ആയതാണ്. ഞാൻ ശരിക്കും പച്ചക്ക് വാങ്ങി വെച്ചതാണ്. ഇത്ര ദിവസം എനിക്ക് വയ്യാത്തതുകൊണ്ട് ഉണ്ടാക്കിയിട്ടില്ല, അതുകൊണ്ട് അതിങ്ങനെ ഡ്രൈ ആയി പോയി കേട്ടോ. എന്നാലും അതിൻ്റെ ഗുണം കിട്ടും. ഈ വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. ഈ വെള്ളം പകുതി വറ്റുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമ്മൾ നല്ലോണം ആറിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ട് നമുക്ക് വെച്ചാൽ മതി കേട്ടോ. അപ്പോഴാണ് ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വേറെ കുറേ കാര്യങ്ങളും ഇങ്ങനെ ചെയ്യും. ഇടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിലേക്ക് വീഡിയോ എടുക്കാനും വേണ്ടിയിട്ട് കുറേ പേർക്ക് കുറേ കാര്യങ്ങൾ അവെയർ ആക്കാനുള്ള വീഡിയോസ് ഇനി ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട് എൻ്റെ ഒരു ചാനലിൽ. ഇൻഷാല്ല അത് ഞാൻ ഇട്ടിട്ടുണ്ട്. സിലു സൽഹ എന്നാണ് ആക്ച്വലി ആ ചാനലിൻ്റെ പേര്. യുവർ സിലു എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താലും കിട്ടും. ട്രാൻസ്ലേറ്റിംഗ് എന്നുള്ള വേർഡ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അറിഞ്ഞില്ല പക്ഷേ ഞാനിപ്പോൾ പറഞ്ഞുതരാം. നിങ്ങളിൽ ഒരുപാട് പേര് അനുഭവിക്കുന്ന ഒരു മെൻ്റൽ അബ്യൂസാണത്. പെട്ടെന്ന് മനസ്സിലാവാൻ ഒരു കുട്ടി കഥയിലൂടെ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പോൾ ഇതേ അതാണ് ഞാൻ ആക്ച്വലി ഇൻസ്റ്റാഗ്രാമിലും നമ്മുടെ വേറെ ചാനലിലും ഇട്ട വീഡിയോ. അത് ഞാൻ ഫുള്ളായിട്ട് ഇവിടെ പ്ലേ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ചാനലിൽ കയറി നോക്കാം, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ കയറി നോക്കിയാൽ മതി കേട്ടോ. കുറേ അവെയറാവാൻ നമുക്ക് അവെയറാവാൻ കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇൻഷാല്ലാ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. പിന്നെ ഇതേ നമ്മുടെ റോസ്മേരി വാട്ടർ ഞാൻ അതിലേക്ക് ആക്കിയിട്ടുണ്ട്. നമുക്ക് ആകെ ഇത്രേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി കുറച്ച് ചൂടാറിയ വെള്ളം അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്രയും തിക്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമ്മൾ ക്ലോസ് ചെയ്തിട്ട് ഒരാഴ്ചയൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആവശ്യമുള്ള സമയത്ത് കുളിക്കാൻ പോകുന്നതിന് മുമ്പോ അല്ലെങ്കിൽ രാത്രിയൊക്കെ ജസ്റ്റ് ഇങ്ങനെ തലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ ഈച്ചുകുട്ടീൻ്റെ തല സ്കാൽപ്പൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. അവൾക്ക് തിക്ക് ഹെയർ അല്ല. എനിക്ക് റനക്കുട്ടിക്കൊക്കെ നല്ല തിക്ക് ഹെയർ ആയിരുന്നു. ഇപ്പം പിന്നെ എനിക്ക് മുടിയേ ഇല്ലാത്ത പോലെയാണ്, മുട്ടിച്ച് പോലെ ഉണ്ടാവും. അതായത് മുടി ഇങ്ങനെ കൊഴിഞ്ഞിട്ട്, പക്ഷെ അതിനനുസരിച്ച് എനിക്ക് വളരും കേട്ടോ. അതുകൊണ്ട് ഞാനിപ്പോൾ കഷണ്ടി ആവാതെ അങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നു എന്ന് വേണം പറയാൻ. ഇനിയിപ്പോൾ ദേ അടുത്തത് രാത്രിക്ക് ചപ്പാത്തിയാണ്. അപ്പുറത്ത് നമ്മുടെ താത്തി അമ്മയും കൂടെ അങ്ങനെ സംസാരിച്ചിട്ടൊക്കെ ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കറി എന്നാൽ പിന്നെ ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കേട്ടോ. താത്ത അടിപൊളിയാണ്, ഫുഡൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കും. അമ്മാൻ്റെ അവിടെ രാവിലത്തേക്കും ഉച്ചത്തേക്കും രാത്രിക്കും ഒക്കെ താത്ത തന്നെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. പിന്നെ അവിടെ ക്ലീൻ ചെയ്യാൻ വേറെ ഒരു താത്തയും കൂടെ വരുന്നുണ്ട്. അങ്ങനെ മൊത്തം 2 താത്തന്മാരാണ് കേട്ടോ ആ ഒരു വീട്ടിൽ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ളത്. അമ്മയും കൂടെ നിന്നിട്ട് ഹെൽപ്പ് ചെയ്യേ. അവളുടെ എക്സ്പ്രഷൻ നോക്ക്. ആരും വിളിങ്ങി ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ കറി ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ മഷ്റൂം കറി വന്നിട്ട് കുട്ടികൾക്കും എനിക്കും ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. ചപ്പാത്തിക്ക് നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ട് മഷ്റൂം വാങ്ങി വെച്ചിട്ട് ആക്ച്വലി 1 വീക്കായി. നമ്മൾ അത്രയും ദിവസം അങ്ങനെ വെക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞല്ലോ സുഖമില്ലാത്തത് കൊണ്ട് നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കില്ല. നമ്മൾ ഇങ്ങനെ വിചാരിക്കും ശരി നാളത്തേക്ക് അതുണ്ടാക്കാം ഇതുണ്ടാക്കാം എന്നൊക്കെ വിചാരിച്ച് വാങ്ങി വയ്ക്കും. കാല് നല്ല വേദനയുണ്ട്. കാരണം ഇപ്പോൾ എക്സാമൊക്കെ ആയിട്ട് കോളേജിലേക്ക് പോകുന്നുണ്ട്. 4ാമത്തെ നിലയിലാണ് എക്സാം ഹോള്. അതിലേക്ക് മുകളിലേക്ക് കയറി ഒക്കെ ഇതാകുമ്പോഴേക്കും ഒരു പരുവാകുന്നുണ്ട്. പിന്നെ ക്ലാസ്സിലേക്ക് പോകുന്നത് ബസ് സ്റ്റോപ്പിലേക്ക് പോകാൻ ചിലപ്പോൾ നടക്കേണ്ടി വരും. ഓട്ടോ കിട്ടിയാൽ ഓട്ടോയിൽ കയറും, ചിലപ്പോൾ കിട്ടൂല. അപ്പോൾ പകുതി വരെയൊക്കെ നടക്കേണ്ടി വരും. അതുകൊണ്ട് നല്ല പെയിൻ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്താവുന്നുള്ളത് അറിയില്ല. കുറച്ച് ദിവസം കഴിഞ്ഞ് ഒന്ന് ഡോക്ടറെ അടുത്ത് പോയി നോക്കണം. മൊത്തത്തിൽ കിടപ്പിലാവുമോ എന്നറിയില്ല. ഇതിൻ്റെ ഇടയിൽ കൂടെ ബിസിനസ്സിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടവും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് എന്താവും എന്നൊന്നും അറിയില്ല. അത് പകുതി സിൻസിയറിറ്റിയിൽ വരുന്നുള്ളൂ. കത്തി ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞോളൂ ഗൈസ്. അവിടെ ടി വി ഇട്ട് വെച്ചിട്ടാണ് യൂട്യൂബിൽ അവൾ ആ പാത്രത്തിന്റെ റിഫ്ലക്ഷനിൽ അവളുടെ മുടി നോക്കിട്ട് എന്റെ മുടി പോയാ. ആക്ഷൻ കാട്ട് നമുക്ക്. കുക്ക് ചെയ്യുന്ന സമയത്ത് ഇച്ചു ബേബി ഉണ്ടെന്നുണ്ടെങ്കിൽ അവൾ ഫുൾ ടൈം ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ. നമുക്ക് സമയം പോകുന്നത് അറിയില്ല. ചില സമയം നമുക്ക് ഇടങ്ങറാവും.
എന്തെങ്കിലും പിടിച്ച് വലിച്ചിട്ട് അവളുടെ മേലെ ആയാലോ വീണാലോ എന്നുള്ള പേടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു. അവളിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും, ഞാനിങ്ങനെ ഓരോന്ന് കട്ട് ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ താത്തൊക്കെ പോയിട്ടുണ്ട്. ഞാൻ കിച്ചണിലേക്ക് കയറി വൈകുന്നേരം കയറിയതാണ്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ വേറെ കുറേ കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ എഡിറ്റിംഗ് ഉണ്ടാവും, ചിലപ്പോൾ അത് ചെയ്യും. പിന്നെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ ഷോർട്സോ എന്തെങ്കിലും വീഡിയോ പോസ്റ്റ് ചെയ്യാണ്ട്, അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ലേറ്റായി 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതേ ഒരു പാനിലേക്ക് ഞാൻ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എടുക്കണ്ട, ഞാൻ പോക്കാണ്ടിന് വിളിക്കും. വെളുത്തുള്ളി ഒന്ന് വഴണ്ട് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മഷ്റൂംസും കൂടി ഇതേ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത്ര പെട്ടെന്ന് കഴിഞ്ഞാ ശരി, പൊയ്ക്കപ്പോൾ ഇരുന്നു. അത് അമ്മയ്ക്ക് കുട്ടി പൊയ്ക്കോ. ഞാനിതിലേക്ക് പിങ്ക് സോൾട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഓൾവേസ് മിക്ക സമയങ്ങളിലും യൂസ് ചെയ്യുന്നത് പിങ്ക് സോൾട്ട് തന്നെ ആയിരിക്കും. എന്ന് വെച്ചിട്ട് തീരെ വൈറ്റ് സോൾട്ട് യൂസ് ചെയ്യുന്നില്ല എന്നല്ല, പക്ഷേ എപ്പോഴും വാങ്ങുന്ന സമയത്ത് ഞാൻ കുറച്ച് പിങ്ക് സോൾട്ടും കൂടെ വാങ്ങി വെക്കും കേട്ടോ. ഇത് നമ്മുടെ ബാക്ക് സൈഡിൽ, അതായത് വർക്ക് ഏരിയ ആയിട്ടാണ് ഈ ഒരു കിച്ചൺ യൂസ് ചെയ്യുന്നത്. കുറച്ച് ഹെവി ആയിട്ടുള്ള കുക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ. ബാക്കിയുള്ളത് മോസ്റ്റ്ലി ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾ, കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് ആക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ മറ്റേ കിച്ചണും യൂസ് ചെയ്യും. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ 3 കിച്ചണാണ് ഉള്ളത്. ഇത് 3ഉം നമ്മൾ ഒരു 3 വർഷം മുമ്പ് റെനോവേറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുത്തതാണ്. ഇവിടെ ഇങ്ങനെ അല്ലായിരുന്നു. എനിക്ക് എൻ്റെ കുറച്ച് ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇതുപോലെ വേണം എന്നുള്ള ആ ഒരു സ്വപ്നത്തിൻ്റെ പുറകെ ഓടിയിട്ട് ആ സമയത്തൊക്കെ നന്നായിട്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ സ്ട്രഗിൾ ചെയ്തതിനൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടും. നമ്മൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ എന്തോ നമ്മൾ അച്ചീവ് ചെയ്ത പോലൊരു തോന്നലൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്, നമുക്ക് റിസൾട്ട് കിട്ടുന്നില്ല എന്നൊക്കെ വിഷമമുണ്ടെന്നുണ്ടെങ്കിൽ വിഷമിക്കണ്ട. നമ്മുടേതായിട്ടുള്ളൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് എന്തായാലും ഉണ്ടാവും നമ്മൾ ചെയ്തതിന്. പക്ഷെ നാട്ടുകാർ പലതും പറയാനൊക്കെ ഉണ്ടാവും കേട്ടോ. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ ബ്ലെയിമും ഏറ്റെടുത്തുകൊണ്ട് മൂവ് ഓൺ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ ഒരു പോളിസി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞിട്ട് നമ്മൾ മിണ്ടാതിരിക്കണം എന്നല്ല, ആവശ്യത്തിന് ചിലവർക്ക് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കുകയും വേണം. അല്ലെങ്കിൽ അവർ വിചാരിക്കും അവർ പറയുന്നതൊക്കെ ശരിയാണ്, അവർ ചെയ്യുന്ന എല്ലാ തെറ്റുകളും ശരിയാണ് എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും ബ്ലെയിം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഞാനത് ചെയ്തു, എന്താ ഇപ്പോൾ പ്രശ്നം എന്ന് ചോദിക്കുക. നിങ്ങളെ അത് ഏതെങ്കിലും രീതിയിൽ ബാധിക്കുന്നുണ്ടോ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് അതെന്തെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് മൂവ് ഓൺ ചെയ്യുക. പിന്നെ ഞാൻ കുറച്ച് ചെറുപയർ മുളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈസി ആയിട്ട് ഉണ്ടാക്കുക. ഈ പാല് ഇല്ലാത്ത, അതായത് ഫീഡ് ചെയ്യുന്ന അമ്മമാർക്ക്, പാലുള്ളവരാണെങ്കിലും അത് കുറച്ച് മുളപ്പിച്ചിട്ട് അതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പാല് സെക്രീറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മഷ്റൂം കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു രീതിക്കാണ് ഉണ്ടാക്കുന്നത്. അവർക്ക് ഈ ക്രീം ഇട്ടിട്ട് അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഇട്ടിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ക്രീമാണ്. അതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക, ആവശ്യത്തിനുള്ള ഉപ്പും. ഇത്രയും മതി. നമുക്ക് കൂടുതൽ ഡെക്കറേറ്റ് ചെയ്യണം എന്നൊന്നുമില്ല. പെട്ടെന്ന് നമുക്ക് കുക്കിംഗ് പ്രോസസ്സ് തീരും കേട്ടോ. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ മറ്റേ പാനിൽ ഒരുപാട് നേരം കിച്ചണിൽ നിൽക്കാൻ വയ്യാത്തതുകൊണ്ട് ഒപ്പം തന്നെ ചെയ്യാണ്. ബട്ടർ ഇട്ട് കൊടുത്തു, അതിലേക്ക് ചെറിയുള്ളി ഒരു 10-15 ഇട്ട് കൊടുത്തു, എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ക്രീം തിക്ക് കൂടുതലായി എന്ന് വെച്ചാൽ നമുക്ക് അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് കുരുമുളക് പൊടി കുറച്ചും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ ക്രീമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ റാഗി പൗഡർ ഉണ്ടാവില്ലേ, റാഗി പൗഡർ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഈ ഒരു മഷ്റൂമിലേക്ക് ഇട്ട് കൊടുത്താലും മതി. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പോരാത്തതിന് ഹെൽത്തിയും കൂടിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വറ്റൽമുളക് പൊട്ടിച്ചിടുന്നുണ്ട്. എരിവ് എത്ര വേണം അതിനനുസരിച്ച് നമുക്ക് ഇടാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത്. നമ്മൾ വിചാരിക്കും ചെറുപയർ എങ്ങനെയാണ് കഴിക്കുക, നന്നായിരിക്കില്ലേ എന്നൊക്കെ. പക്ഷെ നന്നായി ഉണ്ടാവും. നമുക്ക് സ്നാക്സിന് പകരം, ഡയറ്റ് ഇരിക്കുന്നവർക്കൊക്കെ സ്നാക്സിന് പകരം ഈവനിങ് ടൈമിൽ അല്ലെങ്കിൽ രാവിലെ എണീറ്റ് ഉടനെ ഒക്കെ കഴിക്കാൻ പറ്റും. അതിലേക്ക് കുറച്ച് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഈർപ്പത്തോടെയുള്ള സംഭവമാണെങ്കിൽ വെള്ളം വേണം എന്നൊരാവശ്യമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് മല്ലിയില കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, നമ്മുടെ മഷ്റൂമിലേക്ക് ഇടാനും വേണ്ടിയിട്ടാണ്. പിറ്റേ ദിവസം എക്സാമാണ്, അതായത് സൺഡേ ആണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. മൺഡേ എനിക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ലോ എക്സാമാണ് കേട്ടോ. ആ ഒരു സബ്ജക്റ്റ്, അതായത് ഈ ലാസ്റ്റ് സെം അധികം ക്ലാസ്സിലേക്ക് പോയിട്ടില്ല, കുറേ ലീവ് വന്നു. കഴുത്ത് വേദനയായിട്ട് കുറേ ദിവസം കിടപ്പിലായിരുന്നില്ലേ, അപ്പോൾ ഒരു 10-15 ദിവസം അടുപ്പിച്ച് ലീവായി.
പിന്നെ അതിന് ശേഷം ഇപ്പോൾ കാലുവേദനയായിട്ട് ഓണം ലീവിന് ശേഷം ഒരാഴ്ച ലീവായി. അങ്ങനെ കുറേ ക്ലാസ്സുകൾ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവുകൊണ്ട് തന്നെ എന്താവുമെന്നൊന്നും അറിയില്ല. ബാക്കിയുള്ള എക്സാമൊക്കെ സുബൈക്ക് എണിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോവായിരുന്നു, കുഴപ്പമില്ലാതെ എഴുതിയിട്ടുണ്ട്. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷൻ എനിക്ക് നല്ല 8ൻ്റെ പണി കിട്ടും എന്നുള്ളത് എനിക്ക് മനസ്സിലായി. തലേദിവസം ഇരുന്ന് വീഡിയോ എടുക്കലും കുക്കിങ്ങും ഒക്കെയല്ലേ പണി. പിന്നെ ദേ നമ്മുടെ മഷ്റൂം കറി റെഡി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ചെറുപയർ മുളപ്പിച്ചതും റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഒരിക്കൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണേ, എന്തായാലും ഇഷ്ടമാവും. കുറച്ച് സമയം ഒന്ന് മാറ്റി വെച്ചാൽ മതി കേട്ടോ. തലേ ദിവസം ഒന്ന് വെള്ളത്തിൽ കുതിർത്തിട്ട് പിറ്റേ ദിവസം എടുത്തിട്ട് ആ വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് ഒരു തുണിയിൽ കെട്ടി വെച്ചാൽ മതി. 2 ദിവസത്തിനുള്ളിൽ നന്നായിട്ട് മുള വരും. അപ്പോൾ അതേ കുക്കിംഗ് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ചെറുപയർ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഇന്നത്തേക്ക് രാത്രിക്ക് കുറച്ച് കഴിക്കാനും പിന്നെ രാവിലത്തേക്ക് കോളേജിൽ പോകുമ്പോൾ എനിക്കത് ജസ്റ്റ് ഓവനിൽ വെച്ച് ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് രാത്രി തന്നെ ഉണ്ടാക്കി വെച്ചതാണ്. ഇന്നത്തെ ദിവസം 4 ദിവസത്തിന് ശേഷമാണ് ഗൈസ് ഞാൻ ഫുഡ് കഴിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എനിക്കിഷ്ടപ്പെട്ട പോലെ മഷ്റൂം കൂടെ അങ്ങനെ കുട്ടികൾക്കും കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയതാണ്. കുറേ ദിവസമായിട്ട് ഫുഡൊന്നും കഴിക്കാൻ തോന്നുന്നില്ല, ഫുഡ് കഴിക്കുന്നില്ല. അങ്ങനെ ആയിട്ട് വെള്ളം കുടിക്കും, ഫ്രൂട്ട്സും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഈ വെള്ളം കുടിച്ച് വേറെ എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് തോന്നണ്ടേ നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ, വിശപ്പുണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനെ പോവായിരുന്നു. അപ്പോൾ ഇന്നങ്ങനെ എൻ്റെ 4 ദിവസത്തെ നോമ്പ് മുറിക്കുകയാണ് ഗൈസ്. പിന്നെയല്ലേ ഞാൻ എന്താണെന്ന് അറിയും, ഇപ്പോൾ ബാക്കിൽ കിച്ചണിൽ ചെയ്യാൻ കാരണം എൻ്റെ ഗ്യാസ് കഴിഞ്ഞു. നമ്മുടെ കുട്ടി സ്റ്റൗവിൽ ഒരു കുട്ടി ഗ്യാസ് സിലിണ്ടർ ഉണ്ടാവും, അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അത് ഒരു 4 കുറ്റി ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പുതിയത് വാങ്ങാൻ എനിക്ക് ഓർമ്മയില്ല. ഇപ്പം മറവി നല്ലോണം കൂടുതലാണ്. ഇപ്പോഴും നല്ല കുറേ ആയിട്ട് എനിക്ക് നല്ല മറവിയുണ്ട്. നമുക്ക് സ്ട്രെസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് മറക്കും. അപ്പോൾ ഗ്യാസ് കുറ്റി വാങ്ങാൻ ഓർമ്മയില്ലാത്തതുകൊണ്ടാണ് ബാക്കിൽ പോയിട്ട് കുക്ക് ചെയ്യേണ്ടി വന്നത്. ബാക്കിൽ പോയിട്ട് കുക്ക് ചെയ്തല്ല പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാം ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകണം, അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണം. കുറച്ച് കൂടുതൽ എഫേർട്ടാണ്. പക്ഷെ വേറെ വഴിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് തന്നെ അങ്ങനെ കുക്ക് ചെയ്തു. പിന്നെ ദേ ഞാനൊരു ചപ്പാത്തിയും പിന്നെ ചെറുപയറും നമ്മുടെ മഷ്റൂം കറിയാണ് കഴിക്കുന്നത്. കുട്ടികളൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികളെ വെയിറ്റ് ചെയ്തിരുന്ന കൈയും കാലൊക്കെ വിറയ്ക്കാൻ തുടങ്ങി, തലറിങ്ങി മുഴുവൻ തോന്നി. പിന്നെ ഞാൻ മെല്ലെ ഇരുന്ന് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഓരോരുത്തരായിട്ട് ദേ വരുന്നുണ്ട്, അവർക്കുള്ളത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചിലർ ചോദിക്കും എന്താ കുട്ടികൾക്ക് കുറച്ച് ക്വാണ്ടിറ്റി മാത്രം കൊടുക്കണമെന്നുള്ളത്. എനിക്ക് ഫുഡ് വേസ്റ്റ് ചെയ്യണത് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ അവരോട് പറയും ആദ്യം കഴിക്കി, അതിന് ശേഷം വീണ്ടും വാ തരാമെന്ന് കേട്ടോ. അങ്ങനെയാണ് ശരിക്കും നമ്മൾ മക്കളെ പഠിപ്പിക്കേണ്ടത്. ഒരു മിനിറ്റ് അതെന്താണെന്ന് പറയും. ഇതെന്താ പറയാ? മഷ്റൂം കറി ചേച്ചിന്റെ ഫേവറേറ്റ് ആണ്. കഴിക്കും, എല്ലാവരും ഫുള്ള് കഴിച്ചിട്ട് വാ, അടുത്ത ഡ്രസ്സ് തരാം. അതിന് വേടാ അവർക്ക് അങ്ങനെയല്ല സംസാരിക്കാൻ അറിയുള്ളൂ. ഇത് കഴിക്കി നടക്ക് ഇങ്ങട് ഇങ്ങട്. വേസ്റ്റ് ഇടാമി കാണിച്ചു തരാം പാത്രം. ഇതാ ആ പാത്രത്തിൽ ഇതാ അത് അതെ കഴിഞ്ഞ പാത്രം ഇതില്. ആ ഗുഡ്. ഇനി ആഴ്ച കഴുക. ആഴ്ച സോപ്പ് ഇടണമെന്നൊന്നുമില്ല, കഴുകിയാൽ മതി. ഓക്കെ, എപ്പോഴും അവരവൻ തിന്ന പാത്രം നമ്മൾ കഴുകണം. ഇറ്റ്സ് എ ലൈഫ് സ്കിൽ. ഓക്കെ, അയ് ചുച്ച എന്തേ കാണിക്കണേ, ഉള്ളതൊക്കെ എടുത്തൊഴിച്ചിട്ട് മതി. കഴുകണം എന്നുള്ള ബോധം ഉണ്ടായാൽ മതി.
മതി ചുച്ചു മേത്തൊന്നും ആക്കണ്ട. നമ്മൾ മക്കളിനെ ഛർദിന്ന് തന്നെ ഇതുപോലെ അവരുടെ ജോലികൾ അവർക്ക് ഈ ഭൂമിയിൽ സർവൈവ് ചെയ്ത് പോകാനുള്ള ജോലികളുണ്ടല്ലോ. അതായത് ഭക്ഷണം കഴിക്കണമെങ്കിൽ അവർ ഫുഡ് ഉണ്ടാക്കണം, ഫുഡ് ഉണ്ടാക്കിയ പാത്രങ്ങൾ അവർ കഴുകണം, അവർക്ക് വസ്ത്രം ധരിക്കണമെങ്കിൽ അവരുടെ ഡ്രസ്സുകൾ വാഷ് ചെയ്യണം. ഇതിനൊക്കെ വേറൊരാൾ ചെയ്തു കൊടുക്കണം എന്നുള്ളത് പഠിപ്പിക്കാതെ ഇതെല്ലാം അവരുടെയും കൂടെ അവരുടെ മാത്രം റെസ്പോൺസിബിലിറ്റി ആണെന്ന് നമ്മൾ പഠിപ്പിക്കുന്നിടത്താണ് നാളെ ഈ സമൂഹത്തിന് നല്ലൊരു മക്കളെ കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ആൺ പെൺ വേർതിരിവ് കാണിച്ചിട്ട് പെണ്ണിന് ഈ ജോലികൾ ആണിന് ഈ ജോലികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവരുണ്ടല്ലോ ഈ ആണുങ്ങൾ ഒരു തരം പ്രത്യേക സ്വഭാവമായിട്ട് മാറിക്കഴിയും. പിന്നെ അതിൻ്റെ ഭവിഷ്യത്ത് കൂടുള്ള ഒരുപാട് പേര് അനുഭവിക്കേണ്ടതായിട്ടും വരും. അവരെന്തെങ്കിലും ചെയ്താൽ തന്നെ അവർക്ക് തോന്നും ഇതൊക്കെ എൻ്റെ ഔദാര്യമാണെന്ന്. ആക്ച്വലി അതല്ല. നമ്മുടെ ജോലികൾ എന്ന് പറയുന്നത് നമുക്ക് ഈ ഭൂമിയിൽ സർവൈവ് ചെയ്ത് പോകാനും വേണ്ടിയിട്ട് നമ്മുടെ ലൈഫ് സ്കില്ല് നമ്മൾ പഠിക്കണം എന്നാണ്. ഈ കുട്ടികളെ ഞാനിപ്പോൾ വേറെ സ്കൂളിൽ മാറ്റിയിട്ടുണ്ട്. ആ സ്കൂളിൽ ഇതുപോലെയുള്ള പാത്രം കഴുകാനും തുടയ്ക്കാനും ക്ലീൻ ചെയ്യാനും അവരുടെ ഡ്രസ്സുകൾ അലക്കാനും പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഉച്ചവരെയും പഠിപ്പിക്കുന്നത്. അതിനുശേഷം മാത്രമാണ് അവർ കരിക്കുലം തുടങ്ങുന്നുള്ളൂ കേട്ടോ. ആ ഒരു എഡ്യൂക്കേഷൻ നമ്മൾ വീടുകളിൽ നിന്ന് തന്നെ ചെറുതിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സമൂഹത്തിലേക്ക് നാളേക്ക് നല്ലൊരു തലമുറനെ നമുക്ക് വാർത്തെടുക്കാനായിട്ട് പറ്റും. അതുപോലെ ഹയാനെ കൊണ്ട് ഞാനുണ്ടല്ലോ നമ്മൾ ഈ പെണ്ണുങ്ങൾ ചെയ്യേണ്ട ജോലിയാണ് എന്ന് മാറ്റി വെക്കുന്ന കുറച്ച് ജോലികളുണ്ടല്ലോ, പ്രത്യേകിച്ച് അത് ഞാൻ ഹയാനെ കൊണ്ട് ചെയ്യിപ്പിക്കും. പക്ഷെ റന്നെ കൊണ്ട് അത്യാവശ്യമുള്ള ജോലികൾ അവൾ ചെയ്യും. കാരണം ഈ സമൂഹത്തിൽ ഇപ്പം നിലനിൽക്കുന്ന ആ ഒരു സംഭവത്തിനെ ഉടച്ചെടുക്കുക എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ ഞാനിവിടെ പറയുന്നത്. അപ്പോൾ അതിനെ കൊണ്ട് നേരെ പോയിട്ട് പാത്രം കഴുകിയിട്ടിരുന്നാൽ മതി എന്ന് പറയും. ചില സമയം അവൻ കഴുകും, ചില സമയം കഴുകാതെ അങ്ങനെ ഇരിക്കും. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കടമ തന്നെയാണ് കേട്ടോ. അങ്ങനെ അന്നത്തെ പണികളൊക്കെ കഴിഞ്ഞു. മനസ്സിൽ നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാനൊന്നും വായിക്കുന്നില്ല. പഠിക്കുക എന്നുള്ളൊരു പരിപാടി എൻ്റെ സംഭവത്തിലില്ല. പക്ഷെ ഞാൻ വായിക്കും. എന്തെങ്കിലും ജസ്റ്റ് വായിച്ചിട്ട് ആ ഓർമ്മ നിൽക്കുന്ന കാര്യങ്ങളാണ് എക്സാമിന് പോയി എഴുതുന്നത്. അപ്പം അത്രയും നേരം ഒന്നും വായിച്ചിട്ടില്ല. മനസ്സ് ഭയങ്കര ടെൻഷനിലും കാര്യങ്ങളിലൊക്കെ പോവായിരുന്നു. അപ്പോൾ ഏതായാലും സംസ്കരിച്ചിട്ട് കിടക്കുക, എന്നിട്ട് രാവിലെ സുബൈക്ക് എണീറ്റ് എന്തെങ്കിലും വായിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമസ്കരിക്കാനായിട്ട് പോവാണ്. എനിക്ക് നിന്നിട്ട് നമസ്കരിക്കാൻ പറ്റില്ല, ഇരുന്നേ നമസ്കരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണുള്ളത്. ഞങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഇൻഷാ അല്ലാഹ് ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും. To the city streets, we began to feel the fire.